നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പിതാവേ, നിന്റെ ശക്തിയും തേജസ്സും ഞങ്ങളിന്ന് പുകഴ്ത്തി വാഴ്ത്തി കുമ്പിടും നിൻ തിരുമുമ്പിൽ നിന്ന്. മാറുള്ള നിന്റെ രാജത്വം ചെയ്യലും നിന്റെ ഹിതം മതി നല്ല നാഥൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ആരാധനയ്ക്ക് യോഗ്യനായ സ്വർഗ്ഗപിതാവേ, പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം ദേവാലയത്തിൽ കടന്നു വന്ന് ആരാധിക്കുവാൻ ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കോവിഡ്-19 സാഹചര്യത്തിൽ ദേവാലയങ്ങളിൽ വന്ന് ആരാധിക്കാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ഓൺലൈനിലൂടെ കാണുന്ന പ്രിയമക്കളെയും അതിൽ പങ്കാളികളാകുന്ന മക്കളെവരെ അനുഗ്രഹിക്കണമെന്ന് കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ദേശത്തിനു വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ അവസാനവരെയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നയിക്കുകയും മഹത്വം അങ്ങെടുക്കുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ മഹത്വത്തിനായി കീർത്തനം 173 കീർത്തനം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ശുദ്ധ 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 സർവശക്ത ദേവ, ഭക്തഗീതം കാളി ഞങ്ങൾ അങ്ങുയർത്തുമേ. പാപം ശാപം പോക്കും കാരുണ്യയഹോവ, ദേവത്രിയേക ഭാഗ്യതൃത്വമേ. ശുദ്ധ 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 സർവശക്ത ദേവ, സ്വർഗം ഭൂമി സൃഷ്ടി സർവം നിന്നെ വാഴ്ത്തുന്നു. ശാപദോഷം പോക്കും കാരുണ്യയഹോവ, ദേവത്രിയേക ഭാഗ്യതൃത്വമേ. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇദ്ദേഹം ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ക്രിസ്തുന്യായ ആ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. കർത്താവേ, ഞങ്ങളുടെ അതരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുക്കാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയും സ്തോത്രങ്ങളും കൈക്കൊണ്ട്
ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രം തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ ഭാവങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോട് കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാബലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാവസ്വീകാരം നമുക്ക് പാവമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാവങ്ങൾ നാം ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മോട് പാവങ്ങളെ ശ്രമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യൻ അല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ജീവിതയാത്രയിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളെയും നമുക്ക് ഓർക്കാം. സാഹചര്യത്തിൽ നമുക്ക് ആയുസ് ആരോഗ്യം തന്ന ദൈവത്തിന് നന്ദി പറയാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും വാക്കിലും ചിന്തയിലും പ്രവർത്തനങ്ങളിലും അറിഞ്ഞും അറിയാതെയും വന്നുപോയ സകല കുറവുകളെയും കുറ്റങ്ങളെയും സകല രഹസ്യങ്ങളും അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ ലംഘനങ്ങളെ മറയ്ക്കാൻ ശുഭം വരുന്നില്ല. അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കും കാരണം ലഭിക്കുന്നു. അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാവപ്പോക്കി നമ്മൾ ശുദ്ധീകരിക്കും. ഇതിൽ ആശ്രയിച്ചുകൊണ്ട് മൂന്നാമത്തെ പാവശുകാര പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചെല്ലാം. മൂന്നാമത്തെ പാവശുക പ്രാർത്ഥനയിലൂടെ നമ്മുടെ പാവങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. ദൈവമേ, നിന്റെ എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കണ്ണിയുടെ പ്രബോധനമേ. എന്നെ നന്നായി കരുതി എന്റെ അകത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം നീ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ നിനക്ക് കൊടുക്കണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കുമ്പോൾ ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. സർവശക്തനും കന്യുള്ള കർത്താവും പാവങ്ങളുടെ മോചനവും മാപ്പും ജീവിതം കൃപപ്പെടുത്താൻ അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. നമുക്കിരിക്കാം. ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ വായിക്കാം. സങ്കീർത്തനവും ലേഖനഭാഗവും സുവിശേഷവും നമുക്ക് വായിച്ചു കേൾക്കാം. രണ്ടാം സങ്കീർത്തനം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളക. സ്വർഗ്ഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളിച്ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളിച്ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധിപഠിപ്പിൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിപ്പിൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. അതിപ്പോ എന്നേക്കും തന്നെ. ആമേൻ.
ലേഖനഭാഗം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 11 മുതൽ 14 വരെ. ഒടുവിൽ സഹോദരന്മാരെ, സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിപ്പിൻ. എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ. വിശുദ്ധന്മാരെല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇവിടെ പാഠം അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെ ദൈവത്തിന്റെ വചനം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള ദൈവത്തിന്റെ വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവരിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നല്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാക്കുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ച്, എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശെ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നാം കേട്ടത് സുവിശേഷം ആകുന്നു. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. ഗീതം 401-ാം ഗീതം നമുക്ക് പാടാം. നല്ല ദേവനെ, ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടണമേ, നിന്നിഷ്ടത്തെ ചൊല്ലിടണമേ. ഇമ്പമേറിയ നിന്നൻപുള്ള സ്വരം മുമ്പേ നടന്നു സദാ കേൾപ്പിക്കണമേ. ഇമ്പമേറിയ നിന്നൻപുള്ള സ്വരം മുമ്പേ നടന്നു സദാ കേൾപ്പിക്കണമേ. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദയമാവാൻ വേദനാഥനെ നിന്റെ ജ്ഞാനം നൽകുകേ. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദയമാവാൻ വേദനാഥനെ നിന്റെ ജ്ഞാനം നൽകുകേ. നല്ല ദേവനെ, ഞങ്ങൾ എല്ലാവരും
നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ, നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. സന്തോഷം സദാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ, സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ. സന്തോഷം സദാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ, സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ. താതനാത്മനും പ്രിയ നിത്യപുത്രനും സാദരം സ്തുതി സ്തോത്രം എന്നും ചൊല്ലുന്നേ. താതനാത്മനും പ്രിയ നിത്യപുത്രനും സാദരം സ്തുതി സ്തോത്രം എന്നും ചൊല്ലുന്നേ. നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ, നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. പിതാവേ, ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നല്ല ദേവനെ, നിന്റെ ഇഷ്ടത്തെ നിന്റെ വചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. കർത്താവെ, തിരുത്തുവ ഞായറാഴ്ച എന്നും ഞങ്ങൾ അല്പസമയം വചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൂരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. മഹത്വം അങ്ങെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. സർവശക്തനും ആ ദൈവത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. ഈ കോവിഡ്-19 സാഹചര്യത്തിൽ ദേവാലയങ്ങളിൽ വന്ന് എല്ലാവരെയും ആരാധിക്കാനുള്ള അനുവാദം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവത്തിൽ ആരാധന ഓൺലൈനിലൂടെ നയിക്കുവാൻ കൃപ തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കാളികളായിരിക്കുന്ന മക്കളെയും ശുശ്രൂഷ സഹായിക്കുന്ന പ്രിയ മക്കളെയും മാധ്യമങ്ങളിലൂടെ ഇത് കാണുകയും ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രിയ മക്കളെയും ദൈവം ഒന്നുപോലെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴത്തെ സാഹചര്യം മാറി വരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിന്റെ നാമം മഹത്വമാറാകട്ടെ. ഇന്ന് നാം ചിന്തിക്കേണ്ട വിഷയം ട്രിനിറ്റി ആണ്. തിരുത്വ ഞായറാഴ്ചയാണ് നമ്മുടെ വിഷയമനുസരിച്ച് ആരംഭിക്കുന്നത്. തിരുത്വം എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവത്തെയാണ് ട്രിനിറ്റി എന്ന് പറയുന്നത്. തിരുത്വ ദൈവങ്ങൾ എന്ന് നാം പറയുന്നു. തിരുത്വ ദൈവം, തിരിയക ദൈവം എന്നൊക്കെയും നാം പറയുന്നത് പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയുമാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് സാധാരണപ്പെട്ട കാര്യമാണ്. കാരണം ഇത് ദൈവത്തെ പഠിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തെ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യർക്ക് ദൈവത്തെ പഠിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ഒരു കാര്യമില്ല. എത്ര ഡോക്ടറേറ്റ് എടുത്താലും അവിടെ യുക്തിക്കും ബുദ്ധിക്കും കഴിവിനും അപ്പുറമായിട്ട് ഒന്നും മനസ്സിലാക്കുവാൻ കഴിയില്ല. കാരണം നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും അറിവിനും ഒക്കെയും ദൈവം ഉന്നതനായിരിക്കുന്നു, ഉയർന്നിരിക്കുന്നു. സലോമോൻ രാജാവ് പറഞ്ഞു, സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപ്പടിയുമെന്നാണ്. അത്രയും വലിയ ദൈവത്തെയാണ് നാം ഈ ചെറിയ ആലയങ്ങൾക്കുള്ളിരുന്ന് ആരാധിക്കുന്നത്. ഇന്ന് ആ ദൈവം അത്രയും വിനയമുള്ളവനായി നമ്മുടെ മക്കൾ വസിക്കുമ്പോൾ ആ ദൈവത്തെ അറിയുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. എന്നാൽ നമ്മുടെ കഴിവും പ്രാപ്തിയും നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചനത്തിലൂടെയും മറ്റ് വ്യാഖ്യാനങ്ങളിലൂടെയും മാത്രമാണ് നമുക്ക് അതിനെ അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഒരു ഇങ്ങനെയാണ് പറഞ്ഞ ഒരു ബിഷപ്പ് ഇങ്ങനെയാണ് പറയുന്നത്. സെന്റ് അഗസ്റ്റിൻ ബിഷപ്പ് ഹിപ്പോ എന്ന് പറയുന്ന ഒരാള് പുള്ളിയുടെ പുസ്തകത്തിൽ കുറിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ട്രിനിറ്റിയെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. അതായത് പുള്ളി ഒരു ദിവസം ഒരു കടൽക്കരയിലൂടെ നടന്നുപോയായിരുന്നു. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ബാലൻ അവിടെ കടലിൽ മണലിൽ ഒരു കുഴിയെടുത്ത് അതിനുശേഷം തന്റെ കയ്യിലുണ്ടായിരിക്കുന്ന ചെറിയ പാത്രം കൊണ്ട് കടലിലെ വെള്ളം കോരിക്കൊണ്ടൊന്ന് ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ബിഷപ്പിന് അതൊരു അത്ഭുതമായി തോന്നി. അപ്പൊ ചോദിച്ചു, എന്തുകൊണ്ടാ മോനെ നീ ഇത് ചെയ്യുന്നത്, എന്താ നിന്റെ ഉദ്ദേശമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഈ കടലിലെ വെള്ളം ഞാൻ കോരി ഈ കുഴിക്കകത്ത് ഒഴിക്കുകയാണ്. അങ്ങനെ കടലിനെ ഞാൻ വറ്റിക്കളയാൻ ഒന്നുമില്ലാതാക്കും, കടലിലെ വെള്ളം പൂർണ്ണമായി നീക്കുവാനായിട്ട് കുറയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അവന്റെ ലക്ഷ്യം കടലിന്റെ വെള്ളത്തെ അളക്കാനാണ്. പ്രിയം, അതുപോലെയാണ്
ഈ കടൽ പോലെ ഇരിക്കുന്ന ദൈവത്തിന്റെ ആ സ്നേഹത്തെ, ദൈവത്തിന്റെ അറിവിനെ, ദൈവത്തിന്റെ കൃപകളെ നമുക്ക് അളക്കുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ നമുക്ക് അളക്കാം. നമ്മുടെ അറിവിനും കഴിവിനും ഭക്തിക്കും യുക്തിക്കും തക്കവിധം മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആരാധനയിൽ ട്രിനിറ്റി എന്നുള്ള വർഷിപ്പില് എങ്ങനെയാണ് ട്രിനിറ്റി എന്ന്? വർഷിപ്പ് ദ ട്രിൻ ഗാഡ്. നാം ആരെ ആരാധിക്കുന്നത്? ത്രിത്വ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നമ്മുടെ ആരാധനയിൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. നാം ഇന്നെടുത്ത് സാധാരണ മാട്രിക് സർവീസിൽ ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അങ്ങനെ ദൈവത്തെ ആരാധിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന വാക്കുകൾ ഇതാണ്: ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ അങ്ങനെ നാം പറഞ്ഞ് ആരാധന ആരംഭിച്ചതിന് ശേഷം തൃത്വത്തിന് സ്തുതിയാണ് ആദ്യമായി ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇരിക്കുന്നത്. തൃത്വത്തിന് സ്തുതി എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാ ദൈവത്തെയും നാം ആരാധിക്കുന്നതാണ്. തൃത്വത്തിന് സ്തുതി എന്നും നാം പറയുന്നതാണ്. ഇവിടെ ഇതാണ് പറയുന്നത്: സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവെ, നിനക്ക് മഹത്വം എന്ന് പറഞ്ഞാണ് നാം ആ ത്രിത്വത്തിന് സ്തുതി ആരംഭിക്കുന്നത്. പിന്നെ ദൈവത്തിന്റെ വിശുദ്ധിയെ നാം പറയുന്നു. അവൻ സർവശക്തൻ ദൈവമാണ്, സർവശക്തനാണ്, മരണമില്ലാത്തവനാണ്, നിത്യനാണ്. തിരുവചനം പറയുന്ന പോലെ അൽബയും ഒമൻ, ആദിയും അന്തവും ഇല്ലാത്തവനായിരിക്കുന്ന ദൈവമാണ് അവൻ. അതിനുശേഷം നാം കർത്താവിന്റെ കാര്യത്തെ പറയുന്നു: ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുക്കുന്ന കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണം. അപ്പൊ ദൈവത്തെ ആരാധന, പരിശുദ്ധനായ പാവമില്ലാത്തവനായ, നമുക്ക് ലോകത്തിന് പാവത്തെ ചുമന്നു നിൽക്കാൻ വന്ന അറുക്കപ്പെട്ട കുഞ്ഞാടായ ദൈവത്തെ നാം ആരാധിക്കുന്നു. അത് ജനങ്ങൾ പറയുന്നത്: ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് ഞങ്ങളുടെ വീണ്ടും കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നാം അങ്ങനെ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവത്തെ, പിതാവായ ദൈവത്തെ നാം സ്തുതിക്കുന്നു. പുത്രനായ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി നാം യാചിക്കുന്നു. അടുത്ത പരിശുദ്ധാത്മാവ് കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടാകുന്നു. പരിശുദ്ധാത്മാവിന്റെ ദൈവത്തോട് കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് വേണ്ടി കണ്ണുനീരോടുകൂടെ മധ്യസ്ഥ ചെയ്യുന്ന ഒരു ദൈവമായിട്ടാണ് വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തുന്നത്. ആ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നത് കരുണയുണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഒടുവിലെ പറ കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന സ്തോത്രങ്ങൾ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവെ എന്ന് വിളിക്കുമ്പോൾ, ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, പിതാവെ എന്ന് വിളിക്കുമ്പോൾ, പുത്രനെ എന്ന് വിളിക്കുമ്പോൾ, നാം ദൈവമേ എന്ന് പറയുമ്പോൾ, പരിശുദ്ധാത്മായ ദൈവമേ എന്ന് പറയുമ്പോൾ കഴിയും ഈ ദൈവത്തെയാണ് നാം പറയുന്നത്. എന്നാൽ മൂന്ന് ഘട്ടങ്ങളിൽ 3 രീതിയിൽ നാം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. തിരുവചനത്തിൽ നാം ഇന്ന് വായിക്കേണ്ട ഭാഗമായിരുന്നു ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 28 വരെ ഉള്ള വാക്യം. അവിടെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്. സൃഷ്ടിയിൽ അവിടെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, ആ ദൈവം എന്ന് പറയുന്ന വാക്കിനുള്ളിൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മായ ദൈവവും അവിടെ ഉണ്ടായിരുന്നു. അത് തിരിച്ച് വായിക്കുമ്പോൾ, ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു. ദൈവം സൃഷ്ടിക്കുമ്പോൾ, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ദൈവം എങ്ങനെയാണോ സൃഷ്ടിക്കുന്നു? അവിടെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യനെ മാത്രം ദൈവം മണ്ണുകൊണ്ട്, മണ്ണിന്റെ പൊടി കൊണ്ട് തന്റെ കൈയാൽ സൃഷ്ടിച്ചു. ബാക്കി എല്ലാം സൃഷ്ടിച്ചത് ദൈവം തന്റെ വാക്കുകൊണ്ടാണെന്ന് അറിയാം. ആരാണ് വാക്ക്? അത് യോഹന്നാൻ സുവിശേഷത്തിൽ അറിയാം. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, സൃഷ്ടിയുടെ ഒടുവില് കർത്താവ് 6-ാം ദിവസത്തെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യപ്രകാരവും മനുഷ്യനെ ഉണ്ടാക്കുക. അനന്തരം ദൈവം പറഞ്ഞ വാക്കാണ്. ദൈവം തന്നെ പറയും, നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യപ്രകാരവും മനുഷ്യനെ ഉണ്ടാക്കുക. അതാ നമ്മുടെ മീൻസ് അങ്ങനെ പറയുമ്പോൾ അർത്ഥം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ദൈവം, പിതാവായ ദൈവത്തിന്റെയും
പുത്രനായ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ദൈവത്തിൽ സാദൃശ്യത്തിൽ അവന് ദൈവത്തിന് രൂപമില്ല എന്നറിയാം. എന്നാൽ മനുഷ്യപുത്രന് രൂപമുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവും ജീവൻ നൽകുന്നു. അതാണ് പ്രവർത്തിക്കുവാനായിട്ട് കൃപ നൽകുന്നത്. ആത്മാവ് മനുഷ്യനിൽ അവൻ തന്റെ ആത്മാവിനെ ഊതി അവന് ജീവശ്വാസം നൽകി. അത് ഇന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് സൃഷ്ടിയുടെ ആദ്യം കാണുന്നത്. അപ്പൊ സൃഷ്ടിയിൽ ഉണ്ടായിരുന്ന നമുക്ക് വിശ്വസിക്കാം, പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മ ദൈവം ചേർന്നാണ് സൃഷ്ടിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വാക്യങ്ങളിൽ അവിടെ വ്യക്തമായിട്ട് ആ കാര്യം പറയുക. അതായത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു. അപ്പൊ ദൈവത്തോടുകൂടെയും ദൈവത്തിന്റെ വായിലുണ്ടായിരുന്നതും വചനമാണ്. അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ. ആര്? വചനം ആദിയിൽ ദൈവത്തോട്. അവൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാണ്, ആളത്വമുള്ള ഒരാളാണ്. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലവും അവൻ മൂലമായി ഉളവായി. ഉളവായതൊന്നും അവനെ കൂടെ ഉളവായിട്ടില്ല. അപ്പൊ പുത്രനായ ദൈവത്തിൽ വചനമായി ജീവിക്കുന്ന ആ ദൈവത്തെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അതായത് ആത്മാവുണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ പ്രകാശമായിരുന്നു. പിന്നെ തുടർന്ന് നമുക്ക് വായിക്കുമ്പോൾ അറിയാം 14-ാം വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായന്റെ തേജസ്സായി കണ്ടു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായന്റെ തേജസ്സായി കണ്ടു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. അതായത് കർത്താവായ യേശു ക്രിസ്തു അവനെ വെളിപ്പെടുത്തി. അവൻ ബത്ലഹേമിൽ ഒരു ശിശുവായി ജനിച്ചപ്പോൾ ദൈവപുത്രന്റെ അവന്റെ മാതാപിതാക്കൾ കണ്ടു, ലോകത്തിലെ ആളുകൾ കണ്ടു. അവിടെ ആ രാജ്യത്തിലെല്ലാം കാണുവാനായിട്ട് സാധിച്ചു. വചനം ജഡമായി തീർന്ന പുത്രനെ കണ്ടു. അതാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാത പുത്രൻ അവനെ വെളിപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നാം മനസ്സിലാക്കുന്നത് ആദ്യം മുതലേ പിതാവുണ്ടായിരുന്നു, പിതാവിനോടുകൂടെ വചനമായ പുത്രനായ ദൈവം ഉണ്ടായിരുന്നു, അതിനോടുകൂടെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു, അവന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഈ 3 പേർ ചേർന്നാണ് സൃഷ്ടി നടത്തി. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ സൃഷ്ടിയെ ഉളവാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കർത്താവ്. എന്നാൽ മനുഷ്യന്റെ ഹൃദയത്തിലോ ചിന്തയിലോ കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ. വിശ്വാസ പ്രമാണം നാം ഉപയോഗിക്കുമ്പോൾ അവിടെ പറയുന്ന കാര്യങ്ങളുണ്ട്. കൺഫർമേഷൻ ക്ലാസ്സിന് പിള്ളേർ പഠിപ്പിക്കുമ്പോൾ ചുരുക്കമായി പഠിക്കുന്ന ഇതാണ്. ആദ്യം പഠിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. എന്നെയും സകല ലോകത്തെയും ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമത് നമ്മുടെ വിശ്വാസം എന്താണ്? എന്നെ സൃഷ്ടിച്ചത് പിതാവായ ദൈവമേ, ഞാൻ കാണുന്നതും കാണപ്പെടാത്തതുമായ എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമതോടെ പറയുന്നത് ഒന്നാമത് പറയുന്നത് സൃഷ്ടിതാവ് ദൈവത്തെയാണ്. രണ്ടാമത് പറയുന്നത് എന്നെയും സകല ജാതിയെയും വീണ്ടെടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ രക്ഷിതാവ്, എന്നെ രക്ഷിച്ചവനും അവനിൽ വിശ്വസിക്കുന്ന സകല ജാതികളെയും രക്ഷിക്കുന്നവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കും. അവനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവ മക്കളാകുവാനുള്ള അധികാരം ദൈവം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെയും സകല മനുഷ്യരെയും വീണ്ടെടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയും. അതായത് രക്ഷിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമതോടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, എന്നെയും ദൈവത്തിന്റെ സകല തെരഞ്ഞെടുക്കപ്പെട്ടവരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നെയും സകല തെരഞ്ഞെടുക്കപ്പെട്ടവരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ പിതാവായ ദൈവം എന്റെ സൃഷ്ടിതാവാണ്, പുത്രനായ ദൈവം എന്റെ രക്ഷിതാവാണ്, പരിശുദ്ധാത്മാ ദൈവം എന്നെ ശുദ്ധീകരിക്കണം. കഴിഞ്ഞ 2 ആഴ്ചകളിൽ പരിശുദ്ധാത്മാ ദൈവത്തെ കുറിച്ച് പഠിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാ ദൈവം
നമ്മോടുകൂടെ വസിക്കുന്നവനാണ്. പിതാവും പുത്രനുമായ ദൈവത്തെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. എന്നാൽ നമ്മോടുകൂടെ നാം അറിയാതെ നമുക്കുൾ വസിക്കുന്ന 2-3 പേർ ദൈവനാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യയിൽ വാസം ചെയ്യുന്ന പരിശുദ്ധാത്മാ ദൈവം നമ്മെ അറിയുന്നു, നമ്മെ നടത്തുന്നു, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു, നമ്മെ അവൻ ഉപദേശിക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധികളെക്കുറിച്ചും ബോധം ആ സമയത്തിൽ മനുഷ്യരായ നമുക്ക് തരുന്നു. അവൻ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് തരുന്നു. അതുകൊണ്ട് നാം ദൈവഹിതം അറിഞ്ഞു ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നാണ് അറിയുന്നത്. കർത്താവ് യേശു ക്രിസ്തു ലോകത്ത് കടന്നു പോകുമ്പോൾ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞ ഒരു വാക്കാണ്, സ്നാനപ്പെടുത്തുന്നു. നിങ്ങൾ പുറപ്പെട്ടുപോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിച്ച് എല്ലാവരെയും ശിഷ്യരായി, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അവരെ പഠിപ്പിക്കണം, അവരെ എല്ലാവരെയും നിങ്ങൾ ശിഷ്യരാക്കണം. ഒരു ദൈവ പൈതൽ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ദൈവത്തിന്റെ ശിഷ്യനായി മാറുന്നു. അങ്ങനെ ദൈവത്തിന്റെ ശിഷ്യനായി മാറുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, അവനെ പള്ളിയിൽ ചേർക്കുമ്പോൾ, അത് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി സഭയിലേക്ക് ചേർക്കണമെന്നാണ്. എന്നാൽ ഇന്ന് നാം വായിച്ച 2-ാം ഭാഗം, പൗലോസ് അപ്പോസ്തലൻ പല രീതിയിലുള്ള ആശീർവാദങ്ങളെ, അത് അനുഗ്രഹവാക്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 2-ാം ഭാഗം നാം വായിക്കുമ്പോൾ നമുക്കറിയാം, 2 കൊരിന്ത്യർ 13-ാം അധ്യായം ഒടുവിലത്തെ വാക്യം 14-ാം വാക്യത്തിൽ പറയുന്ന ബ്ലസ്സിംഗ്, ഇതെല്ലാ സ്ഥലങ്ങളിലും ഇന്നും സഭയിൽ ഈ ബ്ലസ്സിംഗ് നാം ഉപയോഗിക്കുന്നു. കാരണം അതിൽ പിതാവായ ദൈവമുണ്ട്, പുത്രനായ ദൈവമുണ്ട്, പരിശുദ്ധാത്മാവായ ദൈവമുണ്ട്. അത് പറഞ്ഞിട്ട് വാക്കിതാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടുകൂടെയും ഇരിക്കുമാറാകട്ടെ എന്ന്. അപ്പോ ഇത് 3 നമ്മോടുകൂടെ ഇരിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹം ഇന്നും നമ്മോടുണ്ട്. അത് ഇന്നും ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമുക്ക് യോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സ്നേഹം ഇന്നതെന്ന് ദൈവം നമ്മെ അറിയിച്ചിരിക്കുന്നു. തന്റെ സ്നേഹത്തെ നമ്മെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നമുക്കിരിക്കും. പിതാവായ ദൈവത്തിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നമുക്ക് ക്ഷമ നൽകുന്നു, ആശ്വാസം നൽകുന്നു, നമ്മെ ഉറപ്പുള്ളവരായി പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് കൃപ നൽകുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നമുക്ക് കൂട്ടായ്മ നൽകുന്നു. അതാണ് CSI സഭ പറഞ്ഞത്, നാം എല്ലാവരും ഒന്നായിരിക്കണം. കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചതാണ്, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്ന പോലെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവമക്കളെല്ലാവരും ഒന്നായിരിക്കണം. പ്രിയമുള്ളവരെ, അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് കൂട്ടായ്മ. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ കൂട്ടായ്മ ശക്തി പ്രാപിച്ചു, ഭയവും പ്രയാസമൊക്കെ മാറി, സുവിശേഷത്തിന് പുതിയ മുഖം ലഭിച്ചു, സഭയ്ക്ക് കൂട്ടായ്മയ്ക്ക് പുതിയ കൃപ ലഭിച്ച് എന്ന് നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവസാനം പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഇതാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മെല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മുടെ തിരുവചനസ്ഥാനത്തിൽ ഈ വാക്കുകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ തിരികെ ദൈവത്തെ തൃത്വ ദൈവത്തെ നാം ആരാധിക്കുന്നു. ഇത് മനസ്സിലാക്കി അവൻ എന്റെ ശിക്ഷിതാവാണ്, അവന്റെ രക്ഷിതാവാണ്, അവൻ എന്നെ ശുദ്ധീകരിച്ച് എന്നെ നടത്തുന്നുണ്ട്, എനിക്ക് ആശ്വാസം പകരുന്നതാണ്, സമാധാനം തരുന്നതാണ് എന്നുള്ള ആ ചിന്തയോടുകൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എഴുന്നേറ്റ് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. അപ്പോസ്തലിക വിശ്വാസം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ജനിച്ചിട്ട് പൊന്തിയോസ് പിലാത്തോസിന് കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ചു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വശക്തനായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ ജീവനെയും മരിച്ചവരെയും ന്യായിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക സഭയിലും വിശ്വാസത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.
കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. അവന്റെ ആത്മാവോടെയും നമുക്ക് മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാഹാരം തരണമേ. ഞങ്ങളുടെ വിശ്വസിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിലേക്ക് രാജ്യശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നുവല്ലോ. ആമേൻ. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സകല വിശുദ്ധ ആഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങൾ നിന്നല്ലോ വരുന്നു. നിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുവാനായിട്ടും ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കുവാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിൽ തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യത മൂലം നിന്റെ അടിയരായ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. സർവശക്തനായ കർത്താവേ, നിത്യതയുമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണ കൊണ്ട് ഞങ്ങളിവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിനും ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പം ചേർന്ന കരികളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വിവാഹ സ്തോത്രത്തിലുള്ളവരുടെയും പിറന്നാൾ സ്തോത്രത്തിലുള്ള പേരുകൾ വായിച്ച് പ്രാർത്ഥിക്കുകയാണ്. ബാബു, ശ്രീമതി സുധാ ബാബു കഞ്ഞിപ്പുരവാദിക്കൽ, ഷാജി ചാക്കോ, ശ്രീമതി വിൻസി ഷാജി പാറയിൽ, എം വി ജവാൻ, ശ്രീമതി ബിന്ദു ജവാൻ മറ്റത്തിൽ, പോൾ ജസ്റ്റിൻ ജോസഫ്, മരിയ പോൾ തെങ്ങുവിളയിൽ എന്നിവരാണ് വിവാഹ സ്തോത്രമാർക്കും വാർഷികം ആഘോഷിക്കുന്നത്. 31-ാം തീയതി മുതലുള്ള വരെയുള്ള പിറന്നാൾ സ്തോത്രം ആചരിക്കുന്നു. ജിജോ സി ജെ ചോറിയാച്ചി, ആൽവിൻ ഞണ്ടകണിയിൽ, ജേക്കബ് കുരുവിള കിഴക്കേപ്പറമ്പിൽ, നിഷ സാം ആലപ്പാട്ട്, ഗ്രേസി മലയാറ്റി, ജോബി ജോൺ വെള്ളാംതടം, മറിയം മരുതം ചുവട്ടിൽ, അസ്മി അനീഷ് കല്ലുവേലിപ്പറമ്പിൽ, വോണി എം ജോസഫ് മോഡയിൽ, തോമസ് എബ്രഹാം മഴുവൻചേരിയിൽ, അന്നമ്മ മാത്യു ആലയിൽ, ഏലിസ സജി ആലയിൽ, കാബേൽ ഇമ്മാനുവേൽ വട്ടക്കുഴിയിൽ, സോസാമ അനിൽ കൃപാലയം, എബ്രഹാം തോമസ് മഴുവൻചേരിയിൽ, ജോസ് ടി മാനുവേൽ തൊട്ടിപ്ലാക്കൽ എന്നിവരാണ് ഈ ദിവസങ്ങളിൽ പിറന്നാൾ ആഘോഷിക്കുന്നത്. അവരെല്ലാ പ്രത്യേകോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എൻ മനമേ വാഴ്ത്തുക, എന്റെ സർവാന്തരമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതേ. പിതാവേ, ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ ദിവസങ്ങളിൽ വിവാഹ ദിവസം കാണുന്ന പ്രിയമക്കൾ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പേര് പറയാതെയും സമൂഹത്തിലും സഭയിലും വേറെ പലരും ഈ വിവാഹ വാർഷികം കാണുന്നവരുണ്ട്. അവരെല്ലാവരും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. പേര് പറഞ്ഞ മക്കളെയും കുടുംബാംഗങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് നൽകിയിരിക്കുന്ന പുതിയ കുടുംബജീവിതത്തിൽ കർത്താവെ, അവർ പ്രവേശിച്ചിരിക്കുന്ന പുതിയ വിവാഹ വാർഷികത്തിൽ ഈ കൂടെ ഇരുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതയാത്രയിൽ കൂടെ ഇരിക്കണമേ. അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ. ഇപ്പോൾ പറയും എല്ലാ രോഗബന്ധങ്ങളിൽ നിന്റെ മക്കളെ വിടുവിക്കണമേ. ശരീരത്തിലും മനസ്സിലും ആത്മാവിൽ അവരെ ശക്തീകരിക്കുകയും അവർ പ്രവേശിക്കുന്ന പുതിയ വർഷം അനുഗ്രഹത്തിന്റെ സംവത്സരമായി തീർക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ജീവിത യാത്രാന്ത്യം വഴിയെയും നീ കൂടെ ഇരിക്കണമേ. ആയുസ്സെന്ന ദൈവത്തിൽ നന്ദിയുള്ളവരായിരിക്കാൻ കുടുംബമായി നിന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ അവരുടെ കുടുംബാംഗങ്ങളിൽ കൊച്ചുമക്കളെ അനുഗ്രഹിക്കണമേ. പിറന്നാൾ ആഘോഷിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ മേലെ നിന്റെ കരം നീട്ടി അവരെ അനുഗ്രഹിക്കണമേ. അവർക്ക് നീ ആയുസ്സെന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അവരും നന്ദിയുള്ളവരായി ജീവിക്കാൻ കൃപ ചെയ്യണമേ.
നിന്റെ മുറിവേറ്റ കരങ്ങളാൽ നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണം. അവർക്കും കർത്താവെ ഇപ്പോൾ പറഞ്ഞ രോഗദുഃഖങ്ങളൊന്നും വരാതെ നിന്റെ രക്തത്താൽ മുദ്രയിട്ട് നിന്റെ മക്കളെ കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മ കൊണ്ട് നിറയ്ക്കണമെന്ന്, കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് കർത്താവെ. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അറിയുന്നു. അവരുടെ പ്രായത്തിനും കർത്താവെ ആഗ്രഹത്തിനും ഒറ്റവണ്ണം അവരുടെ അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സമൃദ്ധിയായ നന്മകൾ നിന്റെ മക്കൾ നൽകണമേ. ദോഷമായി ഒന്നും വരാതെ കാത്തു സൂക്ഷിക്കണമേ. ജീവിതയാത്രയിൽ നിന്റെ മക്കളെല്ലാവരെയും നിന്റെ കരങ്ങൾ വഹിച്ചുകൊള്ളണമേ. മഹത്വം എടുക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധനും തിരുദൈവത്തിന്റെ അനുഗ്രഹവും കാവൽ സൂക്ഷിക്കും പ്രിയ മക്കളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റുന്നു. കീർത്തനം 174 കീർത്തനം പാടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി. പിതാവേ സ്നേഹം ഞങ്ങളിൽ നീ എന്നേക്കും കാണിക്ക. ആദിയിൽ നീ സ്നേഹിച്ചപ്പോ ആനന്ദമായും സ്നേഹിക്കാം. പിതാവിനിഷ്ടപുത്രനെ നീ ജയിച്ചു പിശാചിനെ. ആകാശഭൂമി നരകേ നിൻകിതിങ്കൽ അത്ഭുതം. വിശുദ്ധാത്മാവേ വാഴുക നിൻ സഭയിൽ നീരിക്കാം. ഹൃദയശുദ്ധി ഞങ്ങൾക്ക് നീദാനമായി തന്നരുൾക. പിതാവ് പുത്രൻ ആത്മാവേ ത്രിയേകനാകും ദൈവമേ ഒന്നായ പ്രഭു യഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുക. നമുക്ക് പ്രാർത്ഥനയ്ക്കായി മുട്ടുകളെ മടക്കാം. നമുക്ക് ആയുഷ്യം ആരോഗ്യം തന്ന ദൈവത്തിനും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സ്തുതിയും സ്തോത്രം അർപ്പിക്കാം. നാം ഇന്ന് കേട്ട വചനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം സമർപ്പിച്ച സ്തോത്രങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. നമുക്ക് ആയുഷ് തന്ന ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാം. ഞാനിപ്പോൾ നമ്മൾ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. അതിനാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ സ്തോത്രങ്ങളെ ദൈവത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കാം. നൽകിയ കരങ്ങളെയും അത് ഉപയോഗിക്കുന്ന പ്രിയമക്കളെ അനുഗ്രഹിക്കേണ്ടത് ദൈവം നാം മഹത്വത്തിനായി തീരുക. ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ആയുസ്സും നാൾക്കളും ദൈവകരങ്ങളിലാണല്ലോ. ഇനിയോളം നടത്തിയ ദൈവത്തിന് നന്ദി പറയാം. വ്യക്തികളായി, കുടുംബമായി, സമൂഹമായി, സഭയായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ രാജ്യത്തെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. രാജ്യത്തിലെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ മഹാമാരി കടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം, അതിനോടുകൂടെ ഡെങ്കിപ്പനി മറ്റു പല രോഗങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം ദൈവം അവർക്ക് നല്ല ജ്ഞാനം വിവേകവും തരുവാൻ, പ്രിയ മക്കളെ ഭരണകർത്താക്കൾക്ക് ജ്ഞാനമുള്ള ഹൃദയം നൽകുവാൻ, നല്ല തീരുമാനമെടുക്കുവാൻ അവരെ നീ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാം. അതുപോലെ കോവിഡ്-19 മഹാരോഗത്താൽ ബാധിതരായ എല്ലാ മക്കളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പലരും ക്വാറന്റൈനിലായിരിക്കുന്നു. നൂറുകണക്കിന് ആളുകൾ ഐസിയുലായിരിക്കുന്നു. നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ വെന്റിലേറ്ററിൽ ഇരിക്കുന്നു. പ്രാണവായുവിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു. പലരുടെയും ഓക്സിജൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സൗഖ്യമാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. പലരും ന്യൂമോണിയ പിടിച്ചവരായിരിക്കുന്നു. അങ്ങനെ പലരും ഹൃദ്രോഗികളായിരിക്കുന്നു. അങ്ങനെ ഷുഗറും പ്രശ്നമുള്ളവർക്ക് പോകുന്നാൽ വലിയ പ്രയാസമായിരിക്കുന്നു. അങ്ങനെ പ്രിയ മക്കളെല്ലാം നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ ക്യാൻസർ രോഗികൾ പലർക്കും കോവിഡ് രോഗം വന്ന് അവർ വളരെ പ്രയാസപ്പെടുന്ന അറിയുന്നു. അവരെല്ലാവരെയും നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഈ മഹാരോഗത്തിന്റെ സൗഖ്യത്തിനോട് ഇതിനോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ പ്രത്യേകം ഓർക്കാം.
ശുദ്ധീകരണ പ്രവർത്തകർ ഓർക്കാം. ആംബുലൻസ് ഡ്രൈവർമാരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ചെറുതും വലുതുമായ സഹായം ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഫുഡ് കിറ്റുകളൊക്കെയും കൊണ്ടുകൊടുത്ത് സഹായിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സന്നദ്ധ പ്രവർത്തകർ അനേകരുണ്ട്. അവിടെ പ്രവർത്തനങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഗവൺമെന്റും പഞ്ചായത്തും അതുപോലെ ഭരണസമിതികളെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്നു. അവിടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയാം. ഇതിനും ആയിരക്കണക്കിന് രോഗികൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവെ കൃപ തരണമേ, എല്ലാം വിടുവിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിന്റെ അളവ് മോശിറ്റിന്റെ നിരക്ക് കുറഞ്ഞു വരുന്നു. കർത്താവ് പൂർണ്ണമായി അത് മാറിപ്പോകുവാൻ ഈ കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാം. കോവിഡിന്റെ മൂലം സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് കൂലിപ്പണിക്ക് പോകാൻ കഴിയാതെ ചെറിയ ചെറിയ ബിസിനസ് ചെയ്തുകൊണ്ട് കടകളൊക്കെ നടത്തിയവർ, അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടതുകൊണ്ടും അനേക ജീവനക്കാർ ശമ്പളമില്ലാതെ വേതനമില്ലാതെ പ്രയാസപ്പെടുന്നു. വിദേശത്ത് പോകേണ്ട പലർക്കും യാത്രകൾ മുടങ്ങിപ്പോയി. ജോലിക്ക് അപ്പോയിന്റ്മെന്റ് ലഭിച്ചു, ജോയിൻ ചെയ്യേണ്ട പലർക്കും അത് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദേവാലയങ്ങൾ അടഞ്ഞുകിടക്കുന്നു. ദേവാലയങ്ങൾക്ക് മാത്രം ഇളവില്ലാതിരിക്കുന്നു. പ്രാർത്ഥിന്നാലും ഭവനങ്ങളിലും വീടുകളിലും കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന അനേക ജനങ്ങളുണ്ട്. ഈ മഹാമാരി ഒഴിക്കപ്പെടാൻ വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും ദൈവമക്കളെയും ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരിൽ ദൈവം അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കാം. സഭയിലെ എല്ലാ ശുശ്രൂഷകന്മാരെയും ദൈവമക്കൾ വിശ്വാസികളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. തന്നെ അധികാരികളായിരിക്കുന്ന പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശ്വര മഹാരാജേഷനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ഇളയ മകൻ രോഗത്തിലായിരിക്കുന്നു. പൂർണ്ണമായ വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്നോടിക്ക് ആശ്വാസത്തിനായി സ്തോത്രം. കൊച്ചുമയും മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ആടവ ഭാരവാഹികളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സാമുവേൽ തിരുമേനിയും ഡാനിയേൽ തിരുമേനിയും രോഗികളായിരിക്കുന്നു. അവർ ഹാർട്ട് സംബന്ധമായ രോഗങ്ങളാൽ പ്രയാസത്തിലിരിക്കുന്നു. അവർ ദൈവ സൗഖ്യം തന്നിരിക്കുന്നു. തുടർന്നുള്ള ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബം അവരെ അനുഗ്രഹിക്കും പ്രാർത്ഥിക്കാം. എല്ലാ പട്ടക്കാരെയും വിദേശിമാരെയും മിഷണന്മാരെയും മറ്റു ശുശ്രൂഷകരെയും സഭയിലെ ഭരണസമിതികളെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മഹാരുടെ വിവിധ സ്ഥാപനങ്ങളുണ്ട്. അതിന്റെ ആവശ്യങ്ങളെ പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ ആവശ്യങ്ങൾ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഭവനത്തിലെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിദ്യാർത്ഥികളുടെ പഠനം, പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പഠനവും ഭാവിയും സുരക്ഷിതമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ മനസ്സറിയണമേ. 1-ാം തീയതി മുതൽ ഓൺലൈനിലെ ക്ലാസുകൾ ആരംഭിക്കുന്നു. പലരുടെ പരീക്ഷകൾ തീർന്നിട്ടില്ല, പ്രൊമോഷൻ ലഭിച്ചിട്ടില്ല, അഡ്മിഷൻ ആയിട്ടില്ല. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബജീവിതം ആരംഭിച്ച മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തെ ദൈവം ധന്യമാക്കാൻ പ്രാർത്ഥിക്കാം. വിവാഹം ഉറപ്പിച്ച് വിവാഹം ആലോചിച്ച് നടത്തുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. പലരും ആശുപത്രിയിലെ വീടുകളിൽ അതുപോലെ വെന്റിലേറ്ററൊക്കെ പോരാടിക്കൊണ്ടിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ രോഗികളായി തീർന്നവരുണ്ട്. ജീവിതം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അങ്ങനെ ഉള്ള കുടുംബങ്ങളെ പ്രാർത്ഥിക്കാം. വേർപാടിന്റെ ദുഃഖം കാഠിന്യം അനുഭവിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. അവരെ ദൈവസന്നിധി സമർപ്പിക്കാം. നമ്മുടെ മാതാപിതാക്കളുടെ ആരോഗ്യത്തിനും സൗഖ്യത്തിനും സംരക്ഷണയ്ക്കുമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. എംപ്ലോയീസിനെയും പെൻഷനേഴ്സിനും ഓർത്ത് പ്രാർത്ഥിക്കാം. കൃഷിപ്പണി ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ചെറിയ ചെറിയ തൊഴിൽ ചെയ്യുന്നവർക്ക് തുടർന്നും കടകൾ തുറന്നു തങ്ങളുടെ ബിസിനസ് ആരംഭിക്കുവാൻ, ചെറിയ ചെറിയ വരുമാനങ്ങൾ ഉണ്ടായി നഷ്ടപ്പെട്ടുപോയി അത് വീണ്ടും ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അന്യദേശത്തിൽ നിന്ന് ജോലി ചെയ്ത് ജീവിക്കാൻ വന്ന പ്രിയ മക്കളെ ഓർക്കാം. അവർക്കും സംരക്ഷണം നൽകണമേ. അവർക്ക് ഭക്ഷണവും വേതനവും ലഭിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം നിറവേറ്റാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിൽ രോഗികളായി കിടക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗത്താൽ പാഴപ്പെടുന്ന വത്സാന്റിയോട് പ്രാർത്ഥിക്കാം. അക്കാലപ്പോട്ടിലെ ജോസിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഏലിക്കുട്ടിയമ്മച്ചി ഓർത്ത് പ്രാർത്ഥിക്കാം.
ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന ഷെറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന ലിസിയമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോൺസൺ സാറിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരമായി തളർന്നു കിടക്കുന്ന അഡ്വക്കേറ്റ് സാറാമ്മയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റു പല രോഗങ്ങളാൽ ഭാരപ്പെടുന്ന അനേകർ നമ്മുടെ മധ്യയിലുണ്ട്, ഓർത്ത് പ്രാർത്ഥിക്കാം. അനേകരെ കോവിഡ് പിടിച്ചിരുന്നു, അവരിൽ പലരും സൗഖ്യമായി നെഗറ്റീവായി ജോലിക്ക് പോകുന്നു. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മലങ്കര എസ്റ്റേറ്റില് ധാരാളം സഭാവിശ്വാസികളും മറ്റുള്ള രോഗികളായിരിക്കുന്നു. ബെന്നി ചാവോട്ടിലെ ബെന്നിയും കുടുംബക്കാരും രോഗികളായിരിക്കുന്നു. അവിടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരിൽ പലരും ഹോസ്പിറ്റലാണെന്ന് അറിയുന്നു. കർത്താവെ സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിക്കാം. കോയില് ദേവിയുടെ ഭാര്യ ആശുപത്രിയിലായിരിക്കുന്ന അറിഞ്ഞു. കർത്താവെ നീ സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിക്കാം. നാം അറിയാതെ മറ്റു പലരും സഭാവിശ്വാസികളും രോഗികളായിരിക്കുന്നു. കർത്താവെ നീ അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കാം. പല ദൈവമക്കളും അച്ഛന്മാരും പാസ്റ്റർമാരും മറ്റു സഭയിലെ വിശ്വാസികളെല്ലാം ദൈവമക്കളെല്ലാം രോഗികളായിരിക്കുന്നു, ട്രീറ്റ്മെന്റിലായിരിക്കുന്നു. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ജോൺസൺ സാറിന്റെ ഭാര്യ ഓർത്ത് പ്രാർത്ഥിക്കാം. ദീർഘകാലമായി ട്രീറ്റ്മെന്റിലിരിക്കുന്ന എന്റെ മക്കളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിലിരിക്കുന്നവർ, ബലഹീനരായിരിക്കുന്നവർ, കഷ്ടതയും പ്രയാസവും അനുഭവിക്കുന്ന അനേക മക്കൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. നമ്മുടെ അമ്മച്ചിമാരെയും അപ്പച്ചിമാരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പലരും ദൈവകൃപയാൽ ജീവിക്കുന്നു. വീട്ടിലിരുന്ന് മരവിച്ചു പോയോ, ആരെയും കാണാൻ കഴിയാതെ, കൂട്ടാൻ പങ്കെടുക്കുവാൻ കഴിയാതെ വേദന അനുഭവിക്കുന്ന പ്രിയ മാതാപിതാക്കളെ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ അവർക്ക് ദോഷമായി ഒന്നും വരാതെ നിന്റെ മക്കളെ കരങ്ങളിൽ വഹിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കപ്പേരച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് ആരും പങ്കാളില്ലാതിരിക്കുന്ന പ്രിയ മക്കളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ ഇത് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവമക്കളെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവിടെ ആവശ്യങ്ങൾ ദൈവം അറിയണമേ, അതിനായി പ്രാർത്ഥിക്കാം. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് സഭയുടെ ആവശ്യങ്ങൾ നാം അറിയുന്നു. അതിന്റെ ആവശ്യങ്ങളിൽ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്ന സമൂഹത്തിലെ മറ്റ് കുടുംബാംഗങ്ങളെയും വിശ്വാസികളെയും അയൽക്കാരെയും സ്നേഹിതരെയും ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെല്ലാം ദൈവക്കരങ്ങൾ സമർപ്പിക്കും. അവിടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് ദൈവത്തിന്റെ കരങ്ങൾ സമർപ്പിക്കും. നമ്മുടെ ദൈവം കരുതുന്നതുമായിരിക്കും. നമ്മുടെ രോഗദുഃഖങ്ങളെ മാറ്റുവാൻ കഴിവുള്ളതായി നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി മുറിവേറ്റു നമ്മുടെ പാവങ്ങളെ ചുമന്നു തീർത്ത കുഞ്ഞാണ് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാൻ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്, നമ്മെ ആശ്വസിപ്പിക്കുന്ന കൂട്ടായ്മ നൽകുന്ന ശക്തി നൽകുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ, അവന്റെ മുറിവേറ്റ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിലെ ഭരണസമിതികളെ ദൈവകരങ്ങൾ ഓർത്ത്, മലങ്കര സഭയിലെ സമിതികളിൽ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവം എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് ഇത് ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പാട്ടിന്റെ ചീരുപാടി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, അടിപ്പിണരാലവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും, അടിപ്പിണരാലവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും, നിനക്കാ കരുതും അവൻ നല്ല ഓഹരി, നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു.
കഷ്ടങ്ങളിൽ ഏറ്റവും അടുക്കത്തവനായിരിക്കുന്നു, രോഗങ്ങളിൽ സൗഖ്യദായകനായിരിക്കുന്നു. നിന്റെ വിലയേറിയ കരുണയെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമേ, ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, നിന്റെ കരങ്ങളിൽ ഞങ്ങളെ കുടുംബമായി സമർപ്പിക്കുന്നു, സഭയായി സമർപ്പിക്കുന്നു, സമൂഹമായി ദേശമായി സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും നീ അനുഗ്രഹിക്കണമേ. വിവിധ ഭാരങ്ങളാലും രോഗങ്ങളാലും വേദന അനുഭവിക്കുന്ന മക്കളെ നീ വിടുവിക്കണമേ, രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും യുവാക്കളെയും മാതാപിതാക്കളെയും നീ അവിടെ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാം ഈ ദിവസങ്ങളിൽ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഓരോ മക്കളെയും അവിടെ വിടുവിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ നിറവേറ്റി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ, ക്വാറന്റീനിലും കർത്താവെ, അതുപോലെ ഐസിയുവിലും വെന്റിലേറ്ററുമായിരിക്കുന്ന മക്കളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വിടുതൽ തരണമേ, സൗഖ്യം തരണമേ കർത്താവെ. രോഗത്തിന്റെ പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞു വരട്ടെ കർത്താവെ. പൂർണ്ണമായി വിടുവിക്കപ്പെടട്ടെ കർത്താവെ. വാക്സിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് വാക്സിൻ ലഭിക്കുവാൻ കർത്താവെ നീ കൃപ ചെയ്യണമേ. അതിലുണ്ടായിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറ്റണമേ. ഈ സമയങ്ങളിൽ പുതിയതായി ഉണ്ടാകുന്ന മറ്റു രോഗങ്ങളിൽ നിന്നും കർത്താവെ ജനങ്ങളെ വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാരകമായ ക്യാൻസർ രോഗങ്ങൾക്കും കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്കും ലങ്സ് സംബന്ധമായ രോഗങ്ങൾക്കും ഹൃദയരോഗങ്ങൾക്കെല്ലാം പരമായ രോഗങ്ങളാലും പ്രഷറും ഷുഗറും അങ്ങനെയുള്ള പ്രയാസങ്ങൾ വേദന അനുഭവിക്കുന്ന കർത്താവെ, കരൾ രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അമ്മച്ചിമാരെ അപ്പച്ചന്മാരെ പ്രത്യേകം ഓർക്കുന്നു. ഭവനങ്ങളിൽ കർത്താവെ, അവർ വാർദ്ധക്യത്തിലും ബലഹീനതയിലും അത് പ്രയാസത്തിനും പലരും ട്രീറ്റ്മെന്റിലാണ്, പലരും തളർന്നു കിടക്കുന്നു. ബലഹീനനായ കർത്താവ് അവരെ നിന്റെ ഉള്ളങ്കയിൽ വഹിച്ചുകൊള്ളുന്ന കർത്താവ്, ആർക്കും ഒരു ദോഷം വരാതെ കാക്കണമേ. സഭയിലെ ഓരോ മക്കളെയും രക്തക്കൊട്ടകൾ മറക്കണമേ. സൗഖ്യം പ്രാപിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ട്രീറ്റ്മെന്റിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദോഷമായി ഒന്നും നീ വരാതെ കാത്തുകൊള്ളണം. ഓർത്തിനമ്പറിൽ ഏർപാടിന്റെ ദുഃഖത്താൽ വേദന അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും നീ ആശ്വാസം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവാലയങ്ങൾ തുറന്നു ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമക്കൾക്ക് നീ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കാളികളെ എല്ലാവരെയും കർത്തരച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുലിസാറിന്റെ കുടുംബം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും കുടുംബമായ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. മാധ്യമങ്ങളിലൂടെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയമക്കൾ എല്ലാവരുടെ പേരും ദൈവത്തിന്റെ കരം ഇരിക്കട്ടെ. ഞങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ. പിതാവേ, ഞങ്ങൾ തിരിഞ്ഞു പോകുന്നു. നീ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. നിന്റെ മുറിവേറ്റ കരങ്ങളിൽ ഞങ്ങളെല്ലാവരും വഹിച്ചുകൊള്ളണമേ. ദോഷമായി ഒന്നും വരാതെ നിന്റെ നിത്യത്താൽ മുദ്രയിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സഭയും സമൂഹത്തെയും ജനങ്ങൾ കർത്താവെ ദേശത്തെയും നീ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ നിന്റെ സൗഖ്യമാക്കുന്ന കരം കൂടെ ഇരിക്കട്ടെ. നിന്റെ കൃപ ഞങ്ങൾ അനുഭവിക്കട്ടെ കർത്താവ്. ഞങ്ങൾക്ക് സൗഖ്യം തരുന്ന ദൈവത്തിന്റെ കൃപയെ ഓർത്ത് സ്തുതിക്കുവാൻ തക്കവണ്ണം എല്ലാ മഹത്വവും എടുക്കണം. നിന്റെ ഗീതം പോലെ നടക്കണം. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചയക്കണം. മഹത്വം എടുക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിടണമേ, തിരുരാജ്യം വരണമേ, തിരുസ്വർഗത്തിന് പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യപ്രകാരങ്ങൾ തരണം. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കർത്താവ് ദുഷ്ടനും വിടുവിക്കണം. രാജ്യം ശക്തി മഹത്വം എന്നേക്കും അന്നേക്കുള്ളതാകുമല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായും സൂക്ഷിച്ചു കാവലും ഇന്നും എല്ലായ്പ്പോഴും നമ്മളോട് കൂടെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. എന്നേക്കും മഹത്വം ഏകപിതാ, എന്നേക്കും മഹത്വം ഏകസുതാ, എന്നും എന്നേക്കുമേ ഏവം ഭവിക്കട്ടെ. ഏകാത്മാവായോനും ഏറ്റം സ്തുതി. നാം ഇപ്പാറിയ ചോഴിയാറ്റിലെ സൈമൺ സാർ കോട്ട സ്റ്റുഡിയോ സൈമൺ ഹൃദയരോഗത്താൽ ഓപ്പറേഷൻ കഴിഞ്ഞു ഐസിയുലായിരിക്കുന്നു. പലചേരി പ്രിയ മകളെ ഓർത്ത് ഒരു വാക്ക് പ്രാർത്ഥിച്ചു. പിതാവെ, നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളെ അറിയാതെ ഇങ്ങനെ പല രോഗങ്ങളാൽ ബാധിതരായിരിക്കുന്നു പ്രിയ മക്കളിൽ ഒരു ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൈമനെ പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെ സൗഖ്യം തരണം.
കർത്താവ് ഓപ്പറേഷൻ സക്സസ് ആയല്ലോ നമ്മയോട് സ്തുതിക്കുന്നു. ഇപ്പോൾ ആരോഗ്യത്തോട് മറയ്ക്കുവാൻ കൃപ ചെയ്യണം. തിരികെ നടത്തണം, മഹത്വെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. അവന്റെ ആത്മാവിന്റെ നമുക്ക് സമാധാനത്തോടുകൂടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.